നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2024 ജനുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് നനച്ചിരിക്കാതെയുള്ള ചെലവുകൾ വരുന്നതിനാൽ കയ്യിൽ പണം തങ്ങുകയില്ല. മനസ്സന്തോഷം പ്രതീക്ഷിക്കാം. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കും. രാഷ്ട്രീയക്കാർ ബഹുമാനിക്കപ്പെടും. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കും. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കർമ്മരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവരുടെ കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും അനുഭവപ്പെടും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ തടസ്സം നേരിടും. മേലധികാരികളിൽ നിന്നും സൗഹാർദ്ദപരമായ സമീപനം പ്രതീക്ഷിക്കാം. പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് നല്ല കാലമാണ്. ക്ഷേത്ര ദർശനത്തിനായി സമയം കണ്ടെത്തും. ഉന്നത വ്യക്തികളുമായി അടുത്തിടപഴകാൻ അവസരമുണ്ടാകും. ദീർഘദൂര യാത്രയ്ക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നൃത്ത സംഗീതാദി കലകളിൽ താൽപ്പര്യം വർദ്ധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ധാരാളം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. ഇവർക്ക് ചിട്ടിയോ ലോട്ടറിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും. മുൻകോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഉദര സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും. സഹപ്രവർത്തകർ മുഖേന മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പ്രവാസികൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായി വരും. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാൻ തടസ്സങ്ങൾ നേരിടും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. ഇവരുടെ ഗൃഹത്തിൽ ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരിൽ നിന്നും മനസ്സന്തോഷം ലഭിക്കും. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പുണർദം അവസാനകാൽ ഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും അലസത പ്രകടമാക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുൻകോപം നിയന്ത്രിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വിവാഹം ഭംഗിയായി നടക്കും. പൊതുപ്രവർത്തകർ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും. അതുപോലെ ഇവർക്ക് ഇഷ്ടഭക്ഷണ ലാഭമുണ്ടാകും. സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായി ധനലാഭവും ഉണ്ടാവും. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. കൂട്ടു ബിസിനസ് നടത്തുന്നവർ നിലവിലുള്ള പങ്കാളിയെ മാറ്റി പുതിയ പങ്കാളിയെ സ്വീകരിക്കേണ്ടി വരും. മനക്ലേശത്തിനിടയാക്കുന്ന ഫോൺ സന്ദേശങ്ങൾ ലഭിക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകുമെങ്കിലും അതെല്ലാം അതിജീവിക്കും. ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ കഴിയും. നിദ്രാഭംഗം അനുഭവപ്പെടും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അനാവശ്യമായ ചിന്തകൾ അവസാനിപ്പിക്കണം. നല്ലതുപോലെ ആലോചിക്കാതെ പ്രവർത്തിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തു ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവാനും സാധ്യതയുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും. തൊഴിൽ രഹിതർക്ക് ജോലിക്കുള്ള ഉത്തരവ് ലഭിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപകീർത്തിക്ക് സാധ്യതയുണ്ട്. ഇവർക്ക് മാനസിക സംഘർഷം വർദ്ധിക്കും. എങ്കിലും സർവകാര്യ വിജയമുണ്ടാവും. പിതൃഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. അനാഥാലയങ്ങൾക്കായി പണം ചെലവഴിക്കും. അനാവശ്യ ചിന്തകൾ മുഖേന മനസ്സ് അസ്വസ്ഥമാകും. പിതാവിന് അനുഭവപ്പെട്ടിരുന്ന ശാരീരിക ക്ലേശങ്ങൾക്ക് ആശ്വാസം ലഭിക്കും.
ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക. അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ ചിലവുകൾ വർദ്ധിക്കും. സഹോദര സ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. കർമ്മസംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമല്ല. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വിഷമതകൾ അനുഭവപ്പെടും. ഗൃഹഭരണകാര്യങ്ങളിലും ചെറിയ അലസതകൾ അനുഭവപ്പെടും. വിശാഖം അവസാനകാൽ ഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിന്നതിൻ്റെ പേരിൽ ധനനഷ്ടമുണ്ടാകും. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. കടബാധ്യത തീർക്കാൻ പൂർവിക സ്വത്ത് വിൽക്കേണ്ടി വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പുതിയ അവസരങ്ങൾ ലഭിക്കും. ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ മനസ്സമാധാനം നഷ്ടപ്പെടും. പല വിധത്തിലും സാമ്പത്തിക നേട്ടമുണ്ടാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. എന്നാൽ അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തടസ്സം നേരിടും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും. ഗൃഹാന്തരീക്ഷം അസംതൃപ്തമായിരിക്കും. വാഹന സംബന്ധമായി ചിലവുകൾ വർദ്ധിക്കും. മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വിവാഹ സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മാതാവിന് ശാരീരികമായ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ അലസതാ മനോഭാവം മുഖേന ജോലിഭാരം വർദ്ധിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ജീവിത പങ്കാളിക്ക് പ്രതീക്ഷിക്കാത്ത അസുഖങ്ങൾ അനുഭവപ്പെടാം. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തും. സാമൂഹിക സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും അവസാനം താൽപ്പര്യക്കുറവ് അനുഭവപ്പെടും. അർഹമായ അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി കഠിന പ്രയത്നം ആവശ്യമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പല വിധത്തിലുമുള്ള വിഷമതകൾ അനുഭവപ്പെടും. കൂടുതൽ ജോലിഭാരം കൊണ്ട് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവപ്പെടും. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർക്ക് സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യം ജനിക്കും. സമൂഹത്തിലും ഗൃഹത്തിലും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കും. സാഹചര്യ സമ്മർദ്ദം മുഖേന ഗൃഹത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമല്ല. ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യനില മോശമാകും. ആരോഗ്യപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും. പുതിയ ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പൂരുട്ടാതി അവസാനകാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. അഭിഭാഷകർ വാക്സാമർഥ്യം മുഖേന കേസുകൾ വിജയിക്കുകയും സഹപ്രവർത്തകരുടെ അനുമോദനം നേടുകയും ചെയ്യും. മുൻകോപം നിയന്ത്രിക്കുക. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. എല്ലാ കാര്യത്തിലും തൃപ്തിക്കുറവുണ്ടാവും. കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും ശോഭിക്കാനിടവരും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. ബന്ധുക്കൾ നിമിത്തം ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.